ഇപ്പൊ അച്ഛൻ ഇങ്ങനൊരു അവസ്ഥ വന്നതിൽ ഞാനും ഉത്തരവാദിയാണെന്ന് എനിക്കറിയാം. എനിക്ക് വയ്യാതായതിൽ മോളെങ്ങനെ ഉത്തരവാദിയാവുന്നേ? അങ്ങനെയൊന്നും ഇല്ല മോളെ. അത് അച്ഛൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണെന്ന് എനിക്കറിയാം. അച്ഛൻ തീരുമാനിച്ച വിവാഹം മുടക്കിയല്ലേ ഞാൻ ഗിരിയേട്ടനൊപ്പം പോയത്. അച്ഛന് നല്ല വിഷമായെന്ന് എനിക്കറിയാം. അച്ഛൻ അതൊക്കെ മറക്കണം. നന്ദികേടാ ഞാൻ ചെയ്തത്. കുഞ്ഞിലെ മുതൽ എന്നെ വളർത്തി പഠിപ്പിച്ച് ഡോക്ടറാക്കി. അങ്ങനെ എന്തെല്ലാം എനിക്ക് വേണ്ടി ചെയ്ത അച്ഛനെയാണ് ഒരു നിമിഷം കൊണ്ട് ഞാൻ തകർത്തു കളഞ്ഞത്. അച്ഛനിപ്പോ അസുഖം വരാൻ തന്നെ കാരണം ഒരു പരിധി വരെ ഞാനും കൂടിയല്ലേ. ഏയ് മോൾ അങ്ങനെ ഒന്നും കരുതണ്ട. നീ പേടിക്കുന്ന പോലെ അച്ഛൻ അങ്ങനെ വലിയ അസുഖമൊന്നുമില്ല. പിന്നെ ഒരു ഉൾഭയം ഉണ്ടെന്നേ ഉള്ളൂ. അതൊക്കെ ഈ പ്രായത്തിന്റെ ആവാം. അച്ഛൻ ഇതിന്റെ സീരിയസ്നെസ് അറിയാത്തോണ്ടാ. ഇതങ്ങനെ നിസ്സാരമായി എടുക്കാൻ പറ്റുന്ന കാര്യമല്ല. മറ്റാരെ അറിയിച്ച് വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ഞാൻ പറയാതിരുന്നതാ. ഞാനും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്കിപ്പോ തന്നെ ഹോസ്പിറ്റലിൽ പോവാം. അച്ഛൻ കിടക്ക്, ഞാനിപ്പോ വരാം. ഗിരി, അച്ഛൻ്റെ അവസ്ഥ മാറണമെങ്കിൽ ആദ്യം ആ കമ്പനി തുടങ്ങണം. അത് ഗിരി നോക്കി നടത്തുകയും വേണം. നകുല, എന്തിനാ എന്റെയും പിള്ളേരുടെ പേരിൽ കമ്പനിയൊക്കെ? ഇനിയിപ്പോ അമ്മാവന് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ പോലും എനിക്ക് അതൊന്നും നോക്കിയെടുത്താനുള്ള പ്രാപ്തിയൊന്നും ഇല്ലെന്ന് എനിക്ക് എന്നെ നന്നായിട്ടറിയാം. അങ്ങനെയല്ല ഗിരി, നിനക്കും അനിയത്തിമാർക്കും വേണ്ടി അച്ഛനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതാ അച്ഛൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ പാറു നിന്റെ കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കുറവും വരാതെ നോക്കേണ്ടത് ഞങ്ങളുടെ കൂടി ഉത്തരവാദിത്വമാണ്. നീ അവൾക്ക് ഒരു കുറവില്ലാതെ നോക്കുമെന്നറിയാം. എന്റെയും അച്ഛൻ്റെയും ഒരു സമാധാനത്തിനു വേണ്ടി ഇതൊക്കെ. ഗിരി, നിന്നോട് എനിക്ക് വലിയ ദേഷ്യമുണ്ടായിരുന്നു. കൊല്ലാനുള്ള കലിയും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും ഇല്ലാട്ടോ. നീ എൻ്റെ പെങ്ങളെ പൊന്നു പോലെ നോക്കുന്ന എനിക്കറിയാം. പാറു നിന്റെ കയ്യിൽ സുരക്ഷിതയാ. പക്ഷെ ആ സുരക്ഷിതത്വം മാത്രം പോരാ, കയ്യിൽ പണം കൂടി വേണം.